ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലത്താണ്, എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഈ കാണുന്നത് പുതിയ പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡാണ്. ഇത്രയും മനോഹരമായ റോഡിന്റെ സമീപത്ത് തോട്ടിൽ അല്ലെങ്കിൽ ചാലിൽ മാലിന്യം കൊണ്ടുവന്ന് ചില സാമൂഹിക ദ്രോഹികൾ നിക്ഷേപിക്കുന്നതാണ് ഇന്നത്തെ വിഷയം. ഈ തെറ്റ് ചെയ്തത് നിങ്ങളാണോ? നിങ്ങളല്ല ചെയ്തതെങ്കിൽ ഈ വീഡിയോ അത് ചെയ്തവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. കാരണം ഈ സാമൂഹ്യ വിരുദ്ധരായ ക്രിമിനലുകൾ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് നമുക്കിടയിൽ തന്നെയാണുള്ളത്. സ്കൂൾ കാലഘട്ടം മുതൽ പഠിച്ച പരിസര ശുചിത്വം എന്നത് ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സ്വന്തം വീടും പറമ്പും അടുക്കളയും വൃത്തിയാക്കി കവറിൽ കെട്ടി കിലോമീറ്ററുകളോ മീറ്ററുകളോ മാറി മറ്റൊരാളുടെ വീടിന് പരിസരത്തോ ആളൊഴിഞ്ഞ പൊതുസ്ഥലത്തോ ഇതുപോലെ വെള്ളം ഒഴുകുന്ന തോടുകളിലോ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിക്ഷേപിക്കുക എന്നതാണ്. കേരളം മൊത്തം ഈ സംസ്കാര ശൂന്യത ശീലമായി മാറിയ സാഹചര്യം തന്നെയാണ് ഉള്ളത്. മംഗലം കല്ലമ്പാറ റോഡിൽ വളരെ രൂക്ഷമായി ദുർഗന്ധം വമിച്ച് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ വേസ്റ്റ് കെട്ടുകളുടെ ഉടമ നിങ്ങളാണെങ്കിൽ, അതല്ല ഇത്തരം സംസ്കാര ശൂന്യത നിങ്ങൾ ശീലമാക്കിയവരാണെങ്കിൽ, ഈ വീഡിയോ കാണുന്ന നിമിഷം മുതലെങ്കിലും നിങ്ങൾ ഇങ്ങനെ സ്വയം ക്രിമിനലുകളായി മാറരുത്. മഴക്കാലത്ത് വെള്ളമൊഴുകേണ്ട ഈ തോടുകൾ നിങ്ങൾ വലിച്ചെറിഞ്ഞ ഈ വേസ്റ്റുകളാൽ ബ്ലോക്കുണ്ടായി വെള്ളക്കെട്ടുകളായി മാറും. മാലിന്യം നനഞ്ഞു കുതിർത്ത് ജീർണിച്ച് സമീപത്തെ വീടുകളിലെ കിണറുകളിലും ജലാശയങ്ങളിലും എത്തും. ഇങ്ങനെ കുടിവെള്ളം മലിനമായി മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതര രോഗങ്ങളിലേക്ക് ഇത് വലിച്ചെറിയുന്ന നിങ്ങളെ അടക്കം കൊണ്ടെത്തിക്കും. നമുക്ക് മാലിന്യം നിർമ്മാർജ്ജനത്തിന് വേണ്ടി നല്ലൊരു മുനിസിപ്പാലിറ്റിയും അതിനുവേണ്ടി ഹരിതകർമ്മസേനയും ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരം ഒരു നമ്മുടെ നാട് മാലിന്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ സ്വഭാവ രീതി വെച്ചു പുലർത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും സിംഗപ്പൂര് പോലെയും ദുബായ് പോലെയും ഒക്കെ ആകണം. പക്ഷെ നമ്മുടെ മനസ്സ്, ഞാൻ പറഞ്ഞാൽ ആഫ്രിക്ക എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ആ ഒരു രാജ്യം എത്രയോ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും കുറെ വർഷങ്ങൾക്ക് പിന്നിലാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. പുതിയൊരു മാലിന്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, നന്ദി, നമസ്കാരം.